ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് എങ്ങനെ ഉപ്പിലിടാമെന്ന് നോക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് 1.5 കിലോ നെല്ലിക്കയുണ്ട്. അപ്പോൾ ഈസ്റ്റ് ബോട്ടിൽ നിന്ന് 3 കിലോ 100 രൂപയായിരുന്നു, 1.5 കിലോ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ലാഭത്തിനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ അത് ഇരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ ഇതുപോലത്തെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക. ഇല്ലെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കില്ല, അത് കേടായിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ ചീത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നെല്ലിക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളമെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, എങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോവുകയുള്ളൂ. ഇതാ നെല്ലിക്കയുടെ വെള്ളം എല്ലാം വാർന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഇവിടെ ഉരുളിയിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ട് ആ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം വാർന്ന് കളഞ്ഞ നെല്ലിക്ക നമുക്ക് ഈ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, നല്ലതായിട്ട് നെല്ലിക്ക വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് സമയം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചാൽ മാത്രം മതി. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് മാറ്റാം. ഈ വെള്ളം തന്നെയാണ് നമുക്ക് നെല്ലിക്കയിൽ ഒഴിക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് ടിന്നിലേക്ക് മാറ്റുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ഇതുപോലൊരു ടിന്നിലാണ് നെല്ലിക്ക ഞാൻ ഉപ്പിലിടുന്നത്. ഈ നെല്ലിക്കയെല്ലാം ഈ ടിന്നിലേക്ക് മാറ്റാം. എല്ലാ നെല്ലിക്കയും ഇതുപോലെ ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നല്ലതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നെല്ലിക്ക കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് ഒരുപാട് നാൾ ഇരിക്കണമെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയം 1 കപ്പ് വിനാഗിരി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നെല്ലിക്ക സൂപ്പറായിട്ട് ഇവിടെ ഉപ്പിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 2 ദിവസം ഇരുന്നതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.